ഹായ്, വെൽക്കം ടു കൂൾ ഫാക്ട്സ് ആൻഡ് ഫൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ UK വേഴ്സസ് USA. അത് നമ്മളിന്ന് ഒരു സൂപ്പർഫിഷ്യലായിട്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മൾ UK-യിലും അമേരിക്കയും തമ്മിലുള്ള എന്തൊക്കെ വ്യത്യാസങ്ങളാണ് നമ്മൾ കാണുന്നതെന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആ ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കാര്യം ഞാൻ പറയാം. ഇത് ഞാനൊരു വളരെ ജെന്റിലായിട്ടാണ് പറയുന്നുള്ളൂ. കാരണം ഇതെല്ലാം നമുക്ക് ഓരോ ടോപ്പിക്കും വളരെ ഇൻഡെപ്തായിട്ട് നമ്മൾ സംസാരിക്കേണ്ട കാര്യങ്ങളാണ്. അത് നമുക്ക് പതുക്കെ പതുക്കെ ഓരോന്നായിട്ട് നമുക്ക് പറയാം. അപ്പം നിങ്ങളിപ്പോൾ അത് ജനറലി ഞാൻ പറയുകയാണെങ്കിൽ, നിങ്ങളിപ്പോൾ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് നിങ്ങൾ മാറുകയാണെന്ന് ഇമിഗ്രേറ്റ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ പെട്ടെന്നൊരു ഡിസിഷൻ എടുക്കാതെ ആദ്യം നിങ്ങളുടെ സെയിം പ്രൊഫഷനിലുള്ള ആരെങ്കിലുമൊക്കെ ആയിട്ട് നിങ്ങൾ ഏത് രാജ്യത്തേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ആ രാജ്യത്ത് നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലിയോ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരോട് ഡിസ്കസ് ചെയ്യുക. അപ്പം എസ്പെഷ്യലി നിങ്ങളുടെ സെയിം പ്രൊഫഷൻ, അതേ ജോലി ഉള്ളവരൊക്കെ ആണെങ്കിൽ കുറെ കൂടി നല്ലത്. അപ്പം നമുക്ക് കറക്റ്റായിട്ട് ഒരു പിക്ചർ കിട്ടും. എന്നാൽ നമ്മുടെ ജോലിയിൽ നമ്മൾ ഹാപ്പി ആണെങ്കിൽ നമ്മുടെ പകുതി കാര്യങ്ങൾ അവിടെ സോർട്ട് ഔട്ടായി. പിന്നെ ഇപ്പം UK ആണോ USA ആണോ നല്ലതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഭയങ്കര ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം ഇപ്പം ഒരാളോട് നമ്മൾ ചായയാണോ കാപ്പിയാണോ നല്ലതെന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് ചിലപ്പോൾ രണ്ടും ഇഷ്ടമാണെന്ന് വെച്ചോ. പക്ഷെ അതിനകത്ത് തന്നെ ഇപ്പം നിങ്ങൾക്ക് ഒരാൾ ചായ ഉണ്ടാക്കി തരുന്നു. ആ ചായ ഉണ്ടാക്കി തരുന്ന ആള് അതുപോലെ ആ ചായയിൽ എന്തുമാത്രം തേയില ഇട്ടിട്ടുണ്ട്, അതിൽ കറക്റ്റായിട്ട് പാകത്തിന് പാലുണ്ടോ, അതിന് പാകത്തിന് മധുരം ഉണ്ടോ, അതൊക്കെ വെച്ചിട്ടാണ് നിങ്ങൾക്ക് ആ ചായ ഇഷ്ടപ്പെടുന്നത്. ചിലപ്പോൾ വേറൊരാൾ ഉണ്ടാക്കി തരുമ്പോൾ ചിലപ്പോൾ ആ ചായ ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല. അത് ഞാൻ പറയാൻ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങൾ ഒരു രാജ്യത്തേക്ക് മാറുമ്പോൾ അവിടെയുള്ള ഇപ്പം നിങ്ങൾക്ക് കിട്ടുന്ന ജോലി, നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാർ, നിങ്ങൾ താമസിക്കുന്ന സ്ഥലം, നിങ്ങൾക്ക് അവിടെ ഫാമിലി ഉണ്ടോ, നിങ്ങൾക്ക് അവിടെ കിട്ടുന്ന ഫ്രണ്ട്സ്, ഇപ്പം നിങ്ങളുടെ കുട്ടികൾ പഠിക്കുന്ന സ്കൂള്, അങ്ങനെ കുറേ കാര്യങ്ങൾ, അത് നമ്മുടെ നെയ്ബേഴ്സ് അവരെല്ലാവരും ഫ്രണ്ട്ലി ആണോ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ബന്ധപ്പെടുത്തിയാണ് നമുക്ക് ഒരു രാജ്യത്തെ ഇഷ്ടപ്പെടുകയോ ഇഷ്ടപ്പെടാതിരിക്കുകയോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരാൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. മനസ്സിലായോ? പിന്നെ ഉള്ള കാര്യം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഒരു രാജ്യത്ത് നിന്ന് മറ്റു രാജ്യത്തിലേക്ക് ചെന്ന് കഴിയുമ്പോൾ എപ്പോഴും നമുക്ക് തുടക്കം എപ്പോഴും കുറച്ച് പ്രശ്നങ്ങൾ കാണും. നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് ഇഷ്യൂസ് എന്താണെങ്കിലും കാണും. കാരണം നമ്മൾ അതുവരെ പരിചയമായിട്ടുള്ള കാര്യങ്ങളല്ലല്ലോ അപ്പോൾ വീണ്ടും ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും നിങ്ങൾക്ക് കുറച്ച് സമയം കൊടുക്കുക. പെട്ടെന്നൊരു ഡിസിഷൻ എടുക്കരുത്. കാരണം എനിക്കറിയാം, ഇപ്പം ചിലർ UK-ന്ന് ഓസ്ട്രേലിയക്ക് പോയിട്ട് അങ്ങനെ തന്നെ പെട്ടെന്ന് തന്നെ തിരിച്ചു വന്ന ആൾക്കാരുണ്ട്, അവിടെ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ UK-ന്ന് അമേരിക്കയ്ക്ക് വന്നിട്ടും ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞിട്ട് തിരികെ പോയ ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ നമ്മളെപ്പോഴും കുറച്ച് സമയം നമുക്ക് തന്നെ കൊടുക്കണം. കാരണം നമ്മൾ ആ വരുന്ന സമയത്ത് നമ്മൾ സ്ട്രെസ്ഡ് ആയിരിക്കും, നമുക്ക് ഒത്തിരി കാര്യങ്ങൾ, ഒത്തിരി ചേഞ്ചസ് എല്ലാം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും നമ്മളോട് തന്നെ കുറച്ച് ജെന്റിലായിരിക്കുക, കുറച്ച് സമയം കൊടുക്കുക. എന്നിട്ട് നമുക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് ഒരു മിനിമം, ഞാൻ പറയുകയാണെങ്കിൽ ഒരു മിനിമം 1 year എങ്കിലും നിങ്ങൾക്ക് വേണ്ടി തന്നെ കൊടുക്കണം, അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാൻ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് മെയിൻ വീഡിയോയിലേക്ക് കിടക്കാം. എന്തൊക്കെയാണ് UK USA തമ്മിലുള്ള വ്യത്യാസം? ആദ്യം തന്നെ പറയുകയാണെങ്കിൽ UK എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെയിൽസ്, സ്കോട്ട്ലൻഡ്, ഇംഗ്ലണ്ട്, നോർത്തേൺ അയർലൻഡ്, ഇത് 4 കൂടി കൂടിയതാണ് യുണൈറ്റഡ് കിങ്ഡം. അതുപോലെ അമേരിക്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, ഒറിജിനലി അത് 13 കോളനീസ് കൂടിയതാണ് അമേരിക്ക എന്ന് പറഞ്ഞാൽ. അമേരിക്കയിൽ 50 സ്റ്റേറ്റ് ഉണ്ട്. അപ്പം ഈ കോളനീസ് എല്ലാം ഇപ്പം സ്റ്റേറ്റ്സ് ആയി കേട്ടോ. അപ്പം നമ്മൾ അമേരിക്കൻ ഫ്ലാഗ് എടുക്കുകയാണെങ്കിൽ അതിൽ 13 വരകളുണ്ടാവും. അത് ഓരോ വരയും ഓരോ കോളനീനെയാണ്
റെപ്രസെന്റ് ചെയ്യുന്നത്. അതുപോലെ ഒരു അമേരിക്കൻ ഫ്ലാഗിൽ 50 നക്ഷത്രങ്ങൾ കാണും. ഓരോ നക്ഷത്രവും ഓരോ സ്റ്റേറ്റിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതിന്റെ കോളനിയുടെ ലിസ്റ്റ് ഞാൻ ഇതിനകത്ത് ഇടാം കേട്ടോ. അപ്പോൾ ഓരോ കോളനിയും അത് സ്റ്റേറ്റ് ആയി കേട്ടോ. ഇനി നമുക്ക് അടുത്ത പോയിന്റിലേക്ക് കിടക്കാം. ഡ്രൈവിങ്. എന്താണ് വ്യത്യാസം UK ഡ്രൈവിങ്ങും USA ഡ്രൈവിങ്ങും? UK ഡ്രൈവിംഗിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ UK കാഴ്ച എടുക്കുകയാണെങ്കിൽ തന്നെ അതിന്റെ സ്റ്റിയറിംഗ് വീൽ എപ്പോഴും വലതുവശത്തായിരിക്കും. അതുപോലെ UK ഡ്രൈവേഴ്സ് ഡ്രൈവ് ചെയ്യുമ്പോൾ റോഡിന്റെ ഇടതു ഭാഗത്തോടെയായിരിക്കും ഡ്രൈവ് ചെയ്യുന്നത്. അതേസമയം അമേരിക്കയിലാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആണ്. സ്റ്റിയറിംഗ് വീൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടതുവശത്തായിരിക്കും, പക്ഷെ ഡ്രൈവ് ചെയ്യുന്ന റോഡിന്റെ വലതു ഭാഗത്തോടെയായിരിക്കും. അതെപ്പോഴും അത് നമുക്ക് ഭയങ്കര ഒരു കൺഫ്യൂഷനാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് ഇപ്പം UK-ന്ന് USA ആരെങ്കിലും വരികയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഓർത്താൽ മതി, എപ്പോഴും ഡ്രൈവർ എപ്പോഴും റോഡിന്റെ മിഡിൽ ആയിരിക്കും എന്നുള്ളത് ഓർത്തു കഴിഞ്ഞാൽ അങ്ങനെയാണ് ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോൾ ഓർക്കാറ്. അത് നമുക്ക് ഹെൽപ്ഫുൾ ആണ്. പിന്നെ കാറിന്റെ കാര്യം പറയുകയാണെങ്കിൽ UK കൂടുതലും UK രണ്ടും ഉണ്ട്. മാനുവൽ കാർസും ഉണ്ട്, ഓട്ടോമാറ്റിക് കാർസും ഉണ്ട്. പക്ഷെ USA വളരെ വിരളമായിട്ടാണ് മാനുവൽ കാർസ് കാണാറുള്ളൂ. കാരണം ഓട്ടോമാറ്റിക് കാർസ് ആണ് USA അമേരിക്കയിൽ കൂടുതലും കണ്ടുവരുന്നത്. പിന്നെ അമേരിക്കയിൽ നമ്മൾ UK-ന്ന് അമേരിക്കയ്ക്ക് വന്നതാണ്. അപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ മെയിനായിട്ട് കണ്ടൊരു വ്യത്യാസം എന്ന് വെച്ചാൽ ഇവിടുത്തെ കാറുകളെല്ലാം ഭയങ്കര വലിയ കാറുകളാണ്. കൂടുതൽ ആൾക്കാർ SUVs-ഉം അതുപോലെ പിക്കപ്പ് ട്രക്സും വാൻസും ഒക്കെയാണ് പ്രിഫർ ചെയ്യുന്നത്. പക്ഷെ UK-ലാണെങ്കിൽ നമുക്ക് ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ കാർസും കാണാൻ പറ്റുമായിരുന്നു. അമേരിക്കയിൽ പക്ഷെ ഞാൻ അധികം അങ്ങനെ ചെറിയ കാറുകളൊന്നും, കാരണം ഞാനൊക്കെ ആദ്യം ഡ്രൈവിംഗ് ഇതൊക്കെ ലൈസൻസ് കിട്ടിയ സമയത്തൊക്കെ ഏറ്റവും ചെറിയ കാറാണ് നമ്മൾ നോക്കിപ്പോണത്. നിസാൻ മൈക്ര ആയിരുന്നു എൻ്റെ കാറ്. പക്ഷെ ഇവിടെയൊക്കെ നിസാൻ മൈക്ര ഞാൻ വന്നിട്ട് കണ്ടിട്ട് പോലുമില്ല. അങ്ങനെ ചെറിയ കാർസൊന്നും കണ്ടിട്ട് പോലും ഇല്ല. അങ്ങനെ വളരെ ചുരുക്കമായിട്ടാണ് ചെറിയ കാറുകൾ അങ്ങനെ ഉണ്ടാറുള്ളൂ. മിക്കവാറും തന്നെ വലിയ കാറുകളായിരിക്കും. പിന്നെ ഞാൻ USA എന്ന് പറയുമ്പോൾ ഞാൻ കൂടുതലും ഫ്ലോറിഡേനെ ഇത് ചെയ്തിട്ടാണ് പറയുന്നത്. അതുപോലെ തന്നെ UK എന്ന് പറയുമ്പോൾ കൂടുതലും ഇംഗ്ലണ്ടിലെ കാര്യങ്ങളാണ് ഞാൻ കൂടുതലും പറയാൻ പോകുന്നത് കേട്ടോ. അപ്പം ഇവിടുത്തെ ഡ്രൈവിംഗ് ടെസ്റ്റ് ആണെങ്കിൽ UK ഡ്രൈവിംഗ് ടെസ്റ്റ് പറയുകയാണെങ്കിൽ അതിൽ 3 പാർട്ടുണ്ട്. അതുപോലെ അത് തിയറി ഉണ്ട്, പിന്നെ ഒരു ഹസാർഡ് പെർസെപ്ഷൻ എന്നും പറഞ്ഞിട്ടൊരു പാർട്ടുണ്ട്, പിന്നെ പ്രാക്ടിക്കൽ ടെസ്റ്റും ഉണ്ട്. പിന്നെ USA എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് USA ഞാൻ പറഞ്ഞ ഫ്ലോറിഡയിലാണെങ്കിൽ നമുക്ക് തിയറി ഉണ്ട്, പ്രാക്ടിക്കൽ ടെസ്റ്റും ഉണ്ട്. ഈ ഹസാർഡ് പെർസെപ്ഷൻ ഇല്ല. അതാണ് മെയിനായിട്ട് ഡ്രൈവിംഗിൽ കണ്ടുവരുന്ന വ്യത്യാസങ്ങൾ. പിന്നെ പാർക്കിംഗ് വളരെ കൂടുതൽ എനിക്ക് UK വെച്ചിട്ട് പാർക്കിംഗ് ലോട്ട്സ് ഒക്കെ നമുക്ക് കിട്ടാൻ ഭയങ്കര പാടായിട്ട് തോന്നിയിട്ടുണ്ട്. പാർക്കിംഗ് ഒക്കെ വളരെ കുറവായിരുന്നു. പക്ഷെ ഫ്ലോറിഡയിലായതുകൊണ്ടായിരിക്കും. ന്യൂയോർക്കിലൊക്കെ പാർക്കിംഗ് സ്റ്റിൽ നല്ല പാടായിരിക്കും. പക്ഷെ ഫ്ലോറിഡയിലാണെങ്കിൽ മിക്കവാറും എല്ലായിടത്തും തന്നെ നമുക്ക് ഇഷ്ടംപോലെ പാർക്കിംഗ് സ്പേസ് കാണും. പിന്നെ ടൗൺ സെന്റേഴ്സിലൊക്കെ കുറച്ച് പാടാണ് കിട്ടാനായിട്ട്. പക്ഷെ എങ്കിലും കമ്പയർ ചെയ്യുമ്പോൾ USA നമുക്ക് പാർക്കിംഗ് ലോട്ട്സ് കൂടുതലാണ്. അതുപോലെ തന്നെ പാർക്കിംഗ് ലോട്ട് ഉണ്ടല്ലോ, പാർക്കിംഗ് ഏരിയ ഒക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്കവാറും ഞാൻ പറഞ്ഞല്ലോ വലിയ കാർ ആയതുകൊണ്ട് തന്നെയായിരിക്കും കുറച്ചും കൂടി നല്ല സ്പേഷ്യസ് ആണ് ഈ പാർക്കിംഗ് സ്പേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി നമുക്ക് ലാംഗ്വേജ് നോക്കാം. ലാംഗ്വേജ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാഷ 2 സ്ഥലത്തും നമ്മൾ സംസാരിക്കുന്നത് ഇംഗ്ലീഷ് തന്നെയാണ്. പക്ഷേ സ്പെല്ലിങ്ങിൽ വ്യത്യാസമുണ്ട്. സ്പെല്ലിങ്ങിലെ വ്യത്യാസം ഞാൻ ഇതിനകത്ത് ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. അതുപോലെ തന്നെ നമുക്കിപ്പം എന്തെങ്കിലും പറയുമ്പോൾ ഇപ്പം UK നമ്മളിപ്പം ടോയ്ലറ്റ് ലൂ അങ്ങനെയൊക്കെയാണ് ടോയ്ലറ്റിന് പറയാം. പക്ഷെ അത് അമേരിക്കയ്ക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ പറയാ റെസ്റ്റ് റൂം, ബാത്റൂം അങ്ങനെയൊക്കെയാ പറയാ. അല്ലെങ്കിൽ ഇപ്പം ലിഫ്റ്റ് നമ്മൾ UK പറയുമ്പോൾ നമ്മൾ ലിഫ്റ്റ് ഉണ്ടല്ലോ, നമ്മൾ മുകളിൽ കയറാനും താഴെ വരാനും ഉദ്ദേശിക്കുന്ന ആ ലിഫ്റ്റിനെയാണ് ലിഫ്റ്റ് എന്ന് കൂടുതൽ പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും ലിഫ്റ്റ് തരാവോ എന്ന് ചോദിക്കുന്ന ആ മീനിങ്ങിലും, എന്തെങ്കിലും കാറിന് റൈഡ് ചോദിക്കുന്നതിനും അതിനും ലിഫ്റ്റ് എന്ന് പറയാറുണ്ട്. പക്ഷെ അമേരിക്കയിൽ കൂടുതലും നമ്മൾ എലിവേറ്റർ എന്നാ പറയാറ്. പക്ഷെ നമ്മൾ ലിഫ്റ്റ് എന്ന് ഇവർ യൂസ് ചെയ്യുന്നത് നമ്മൾ എന്തെങ്കിലും എടുത്ത് പൊക്കുന്നതോ
അങ്ങനത്തെ ഇതിനാണ് നമ്മൾ ലിഫ്റ്റ് എന്ന് പറയുന്നത്. അതിപ്പോൾ വേറെ കാറിലൊക്കെ എന്തെങ്കിലും ലിഫ്റ്റ് ചോദിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കെൻ ഐ ഹാവ് എ റൈഡ് ചോദിക്കുക കേട്ടോ. അത് ആ ലിഫ്റ്റ് എന്നുള്ള ഇതിന് നല്ല വ്യത്യാസമുണ്ട് മീനിങ്ങിൽ. അതുപോലെ തന്നെ പാൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ UK അത് അണ്ടർവെയർ ആണ്, പക്ഷെ അമേരിക്കയിൽ വരുമ്പോൾ അത് ട്രൗസേഴ്സ് ആണ്. അപ്പൊ അങ്ങനെ നമ്മുടെ ഭാഷയിൽ തന്നെ ചിലപ്പോൾ നമ്മൾ ഇവിടെ അത് പറയുമ്പം ഇവർ ചിരിക്കും. അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ശ്രദ്ധിക്കുക, ഭാഷനകത്തുള്ള വ്യത്യാസങ്ങളൊക്കെ. ഇനി നമുക്ക് സ്കൂളിംഗ് നോക്കാം. സ്കൂളിംഗ് നോക്കുകയാണെങ്കിൽ UK സാധാരണ സ്റ്റേറ്റ് സ്കൂൾസും ഉണ്ട്, സ്റ്റേറ്റ് സ്കൂൾസ് അതുപോലെ പ്രൈവറ്റ് സ്കൂൾസും. സ്റ്റേറ്റ് സ്കൂൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റ് ഫണ്ട് ചെയ്യുന്ന സ്കൂളാണ്, നമുക്ക് ഫ്രീ എഡ്യൂക്കേഷൻ ആണ്. പക്ഷെ പ്രൈവറ്റ് സ്കൂൾസിൽ നമ്മൾ പൈസ കൊടുത്തിട്ട് അത് എക്സ്പെൻസീവ് ആണ്. പിന്നെ ഗ്രാമർ സ്കൂൾസ് എന്ന് പറഞ്ഞാലുണ്ട്. ഗ്രാമർ സ്കൂൾസ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ഫണ്ട് തന്നെ, പക്ഷെ അവർക്ക് ഒരു സെക്കൻഡറി സ്കൂൾ എത്തുമ്പോഴാണ് അവർക്ക് പിള്ളേർക്ക് ഒരു എൻട്രൻസ് എക്സാം എഴുതിയിട്ട് അതിൽ കിട്ടിയാലാണ് ഗ്രാമർ സ്കൂളിലേക്ക് പോകാൻ പറ്റുക. അവരുടെ ഗ്രേഡ് അതായത് ഇയർ 7 മുതൽ ഉള്ളതാണ് UK ഇത് സ്കൂൾസ്. ഇനി നമുക്ക് സ്കൂൾ എപ്പോഴാണ് തുടങ്ങുന്നതെന്ന് പറയുകയാണെങ്കിൽ പ്രീ സ്കൂൾ അല്ലെങ്കിൽ നഴ്സറി എന്ന് പറയുന്നത് 3 വയസ്സിൽ തുടങ്ങും. അത് നമുക്ക് മാൻഡേറ്ററി അല്ല കേട്ടോ, അവരെ നിർബന്ധമൊന്നുമില്ല പിള്ളേർ അങ്ങനെ നഴ്സറിയിലോ പ്രീ സ്കൂളിലോ വിടണമെന്നൊന്നുമില്ല. പിന്നെ പ്രോപ്പർ സ്കൂൾ തുടങ്ങുന്നത് 4 വയസ്സിൽ തുടങ്ങും. 4 വയസ്സിൽ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പ്രൈമറി സ്കൂളാണ്. പ്രൈമറി സ്കൂളിലുള്ളത് റിസപ്ഷൻ നമ്മൾ 4 വയസ്സിൽ തുടങ്ങും. പിന്നെ ഗ്രേഡ് 1 to 6 അത് പ്രൈമറി സ്കൂളിലാണ്. പിന്നെ ഈ ഗ്രേഡ് 6 ഇവർക്ക് സാറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു എക്സാം ഉണ്ട്. ഈ സാറ്റ്സ് എക്സാമും അമേരിക്കയിലെ സാറ്റ് എക്സാമും നമ്മൾ SAT എക്സാമും നമ്മൾ മാറിപ്പോയില്ല, അത് വ്യത്യാസമുണ്ട് കേട്ടോ. പിന്നെ UK സെക്കൻഡറി സ്കൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 7 മുതൽ 11 വരെയാണ്. ഓക്കെ. പിന്നെ ഫർദർ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് 6th ഫോം ഓർ കോളേജ് എന്ന് പറയും. അതെന്ന് പറഞ്ഞാൽ 12 and 13 അങ്ങനെയാണ് UK സ്കൂളിങ് പോകുന്നത്. ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വേറെ വീഡിയോയിൽ പറയും കേട്ടോ. പക്ഷെ അമേരിക്കയിലാണെങ്കിൽ ഇതുപോലെ തന്നെ ഈ പ്രീ സ്കൂൾ ഏജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 years ഒക്കെ തന്നെയാണ്. അത് പക്ഷേ മാൻഡേറ്ററി അല്ല, പിള്ളേരെ ഇഷ്ടമുണ്ടെങ്കിൽ വിട്ടാൽ മതി. പിന്നെ അടുത്ത് എലമെന്ററി സ്കൂൾ തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5 വയസ്സിലാണ് എലമെന്ററി സ്കൂൾ തുടങ്ങുന്നത്. അപ്പോൾ അവർക്ക് കിൻഡർ ഗാർഡൻ ഉണ്ട്. പിന്നെ ഇവിടെ ഗ്രേഡ് എന്ന് പറയുന്നത് കേട്ടോ, ഗ്രേഡ് 1 മുതൽ 5 വരെയാണ് എലമെന്ററി സ്കൂള്. നമ്മൾ ബ്രിട്ടനിൽ പറയുന്ന ഇയർ എന്നാ പറയാ, ഇയർ 1 ഇയർ 2 അങ്ങനെ പറയാ. പക്ഷെ അമേരിക്കയിൽ പറയുമ്പോൾ അത് ഗ്രേഡ് എന്ന് പറയാ. ഗ്രേഡ് 1 to 5 വരെ അത് എലമെന്ററി സ്കൂളാണ്. പിന്നെ മിഡിൽ സ്കൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രേഡ് 6 to 8 അതാണ് മിഡിൽ സ്കൂള്. പിന്നെ ഹൈസ്കൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രേഡ് 9 to 12. അപ്പൊ ഇവിടെ 12 വരെ ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ യൂണിവേഴ്സിറ്റിയിലേക്കാണ് കുട്ടികൾ പോവുക. ഓക്കെ, അതാണ് സ്കൂളിങ്ങിലുള്ള വ്യത്യാസങ്ങൾ. ഇനി നമുക്ക് വീടുകൾ നോക്കാം. വീടും റോഡും പറയുകയാണെങ്കിൽ എപ്പോഴും എന്താ പറയുക, UK കൂടുതലും സെമി ഡിറ്റാച്ച്ഡ് ഹൗസസ് ആണ് കൂടുതൽ കോമൺ ആയിട്ടുള്ളത്. സെമി ഡിറ്റാച്ച്ഡ് ഹൗസസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു വാള് മിഡിലായിട്ട് പിന്നെ 2 വീടുകൾ ഒരുമിച്ച് നിൽക്കുന്ന പോലെയാണ്. അപ്പോൾ ഒരു വാള് നമുക്ക് കോമൺ ആയിട്ടുള്ള ഇത്, അതായത് 2 വീടുകൾ ഇപ്പോൾ നമ്മൾ അടുപ്പിച്ചാണ് പണിയുന്നതെങ്കിൽ ഒറ്റ വാളിലായിരിക്കും അത് സെപ്പറേറ്റഡ് ആയിട്ടിരിക്കുന്നത്. മനസ്സിലായോ? അങ്ങനെയാണ് പിക്ചറിൽ കാണിച്ചിട്ടുണ്ട് സെമി ഡിറ്റാച്ച്ഡ് ഹൗസസ്. പിന്നെ പറഞ്ഞ പോലെ അപ്പാർട്ട്മെന്റ്സും ഫ്ലാറ്റ്സും സ്റ്റുഡിയോ ഫ്ലാറ്റ്സ് അങ്ങനെയൊക്കെ UK പക്ഷെ അമേരിക്കയ്ക്ക് നമ്മൾ വരികയാണെങ്കിൽ അമേരിക്കയിൽ കൂടുതലും ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ള ഹൗസസ് ആണ് കൂടുതലായിട്ട് കാണുന്നത്. പിന്നെ മിക്കവാറും കാരണം ഒരുപക്ഷെ കൂടുതൽ സ്ഥലം ഉള്ളതുകൊണ്ടായിരിക്കും വീടുകൾക്കെല്ലാം അമേരിക്കയിലെ വീടുകളാണ് കുറച്ചും കൂടി നമുക്ക് വലിപ്പം
ഉള്ള വീടുകൾ എന്ന് വെച്ചിട്ട് UK വലിപ്പമുള്ള വീടുകൾ ഇല്ല എന്നല്ല കേട്ടോ. നല്ല പോഷ് ഏരിയയിലൊക്കെ താമസിക്കുന്നവർക്ക് നല്ല വലിപ്പമുള്ള വീടുകളുണ്ട്. പക്ഷെ കമ്പയർ ചെയ്യുമ്പം UK വീടുകളെക്കാൾ കൂടുതൽ വലിപ്പമുള്ളത് അമേരിക്കയിലെ വീടുകൾക്കാണ്. പിന്നെ UK ഞാൻ അങ്ങനെ ഗേറ്റഡ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ഇത് കണ്ടിട്ടില്ല. ഇവിടെ USA കുറെ ഗേറ്റഡ് കമ്മ്യൂണിറ്റീസ് കോമൺ ആണ്. ഗേറ്റഡ് കമ്മ്യൂണിറ്റീസ് എന്ന് പറയുമ്പോൾ അതായത് ഒരു കമ്മ്യൂണിറ്റി, ഒരു റെസിഡൻഷ്യൽ ഏരിയ, അതിനൊരു കോമൺ ഗേറ്റ് കാണും, അതിനൊരു കോഡും കാണും, ഒരു സീക്രട്ട് കോഡ് കാണും. അപ്പോൾ അവിടെ താമസിക്കുന്നവർക്ക് മാത്രമായിരിക്കും ആ കോഡ് അറിയാവുന്നത്. പിന്നെ നമ്മൾ വല്ല ഗസ്റ്റ് ആയിട്ട് പോവുകയാണെങ്കിൽ അവർ നമ്മളോട് പറഞ്ഞു തന്നിട്ടായിരിക്കും നമ്മൾ ആ കോഡ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ ആ കോഡ് എൻ്റർ ചെയ്താലാണ് നമുക്ക് ആ ഗേറ്റ് ഓപ്പൺ ചെയ്ത് ആ റെസിഡൻഷ്യൽ ഏരിയയിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. UK ഞാനങ്ങനെ കോമൺ ആയിട്ട് അതങ്ങനെ കണ്ടിട്ടില്ല. ഇനി ഒത്തിരി പോഷായിട്ടുള്ള ഏരിയയിൽ ഒരുപക്ഷെ ഉണ്ടാകാം, അതെനിക്കറിയില്ല കേട്ടോ. ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. ഇനി നമുക്ക് മണിയുടെ കാര്യം എടുക്കാം. മണി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം UK പൗണ്ട്സ് ആണ്, അമേരിക്കയിലെ US ഡോളേഴ്സ് ആണ്. അതിൽ ഇപ്പം കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ഇപ്പം ഇന്നത്തെ റേറ്റ് ഒക്കെ വെച്ചിട്ട് ഏകദേശം ഒരു 1 പൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ $1.32 ഒക്കെയാണ് വരുന്നത്. അത് വേരി ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ ജോലി ചെയ്യുമ്പോൾ സാലറി കിട്ടുന്നത് യൂഷ്വലി UK മിക്കവാറും തന്നെ മന്ത്ലി സാലറിയാണ് കൊടുക്കുക. നമുക്ക് മാസത്തിലൊരിക്കലാണ് പേയ്മെന്റ് കിട്ടുക. US കൂടുതലും നമുക്ക് 2 ആഴ്ച കൂടുമ്പോഴാണ് ബൈ വീക്ക്ലി സാലറിയാണ് കിട്ടുക. 2 ആഴ്ച കൂടുമ്പോൾ സാലറി കിട്ടും മിക്കവാറും തന്നെ കേട്ടോ. പിന്നെ വ്യത്യാസമുണ്ട്, ചില സ്ഥലത്തൊക്കെ ഇപ്പം സ്റ്റേറ്റിൻ്റെ ഒക്കെ ചിലപ്പം മന്ത്ലി ആയിരിക്കും. അതുപോലെ തന്നെ UK ചില പ്രൈവറ്റ് ജോബ്സ് അല്ലെങ്കിൽ ചില പാർട്ട് ടൈം ജോബ്സ് അതിനൊക്കെ ചിലപ്പോൾ അവർലിയും വീക്കിലിയോ അല്ലെങ്കിൽ ബൈ വീക്കിലിയോ കാണാം. പക്ഷെ ഞാൻ പറഞ്ഞ കോമൺ ആയിട്ടുള്ള കാര്യമാണ്. കോമൺ ആയിട്ട് മന്ത്ലി ആണ് UK കൊടുക്കുക. അതുപോലെ കോമൺ ആയിട്ട് USA ബൈ വീക്ക്ലി ആണ് സാലറി കൊടുക്കുക. പിന്നെ എക്സ്പെൻസസിന്റെ കാര്യം പറയുകയാണെങ്കിൽ 2 സ്ഥലത്തും എക്സ്പെൻസസ് ഉണ്ട്. നമ്മൾ താമസിക്കുന്ന സ്റ്റേറ്റ്, നമ്മൾ താമസിക്കുന്ന ഈവൻ സ്ട്രീറ്റ്, ഇതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈവൻ 2 സ്ഥലത്തും ഉള്ള നമ്മുടെ എക്സ്പെൻസസ് വരുന്നത്, UK USA ഇനി UK ഞാൻ ചെറുതായിട്ട് സൂപ്പർഫിഷ്യലായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം UK നമ്മൾ മന്ത്ലി കൗൺസിൽ ടാക്സ്, അതുപോലെ TV ലൈസൻസ്, നമ്മൾ ഇയർലി TV ലൈസൻസ് ഒക്കെ എടുക്കണമെന്നുണ്ട്. TVക്ക് ലൈസൻസ് വേണം, അതിന് നമ്മൾ ഇത്ര പൈസ കൊടുക്കണമെന്നുണ്ട്. പക്ഷെ അമേരിക്കയിൽ അത് കൗൺസിൽ ടാക്സോ TV ലൈസൻസോ ഒന്നും ഇല്ല. പക്ഷെ അതിന് പകരം പ്രോപ്പർട്ടി ടാക്സ് ഉണ്ട്. പിന്നെ അതുപോലെ HOA എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എവിടെ താമസിക്കുന്നതെന്ന് വെച്ചാൽ റെസിഡൻഷ്യൽ ഏരിയയിൽ താമസിക്കുന്ന അവിടുത്തെ ഹൗസിംഗ് അസോസിയേഷന്റെ ഫീസാണ്. അത് വേറെയും ഫീസുകളുണ്ട് കേട്ടോ. കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഫീസ് വേറെയുണ്ട്. അങ്ങനെ അതെല്ലാം നമ്മൾ താമസിക്കുന്ന ഏരിയയും ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും അതിന്റെ എക്സ്പെൻസസ് ഒക്കെ വരുന്നത്. പക്ഷെ ഞാൻ ജസ്റ്റ് പറഞ്ഞ കൗൺസിൽ ടാക്സ് US ഇല്ല, അതുപോലെ TV ലൈസൻസ് US ഇല്ല. പിന്നെ ടാക്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പം UK നമ്മൾ എന്തോരം നമുക്ക് സാലറി കിട്ടുന്നു അതിനനുസരിച്ചിട്ടാണ് നമ്മുടെ ടാക്സ് പോവുക. അപ്പം അതിന് ഒരു എന്താ പറയുക, ഇൻകം ബാൻഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പം 50,000 പൗണ്ട് സമ്പാദിക്കുന്ന ഒരാൾക്ക് ഒരു വർഷം ഉള്ള ഒരാൾക്ക് ചിലപ്പോൾ 20% ആയിരിക്കും ടാക്സ്. ഞാനൊരു എക്സാമ്പിൾ പറയുന്നതാണ്. അതുപോലെ തന്നെ USA ഉണ്ട്. USA നമ്മുടെ ഇൻകം കൂടുന്നതനുസരിച്ചിട്ട് നമ്മളുടെ ടാക്സ് കൂടുതൽ വരും. പിന്നെ നമ്മൾ USA വരുമ്പോൾ USA നമുക്ക് സ്റ്റേറ്റ് ടാക്സ്, ഫെഡറൽ ടാക്സ് എന്ന് പറഞ്ഞിട്ട് 2 ടാക്സ് ഉണ്ട്. അതായത് ഫെഡറൽ ടാക്സ് എന്ന് പറയുമ്പോൾ മൊത്തത്തില് സെൻട്രൽ ഗവൺമെന്റിന്റെ ടാക്സ് എന്ന് പറയുന്ന പോലെയാണ് ഫെഡറൽ ടാക്സ്. പക്ഷെ മറ്റേ സ്റ്റേറ്റ് ടാക്സ് എന്ന് പറയുമ്പോൾ സ്റ്റേറ്റിന്റെ സ്പെസിഫിക് ആയിട്ടുള്ള ടാക്സ്. സ്റ്റേറ്റ് ടാക്സ് ഇല്ലാത്ത സ്റ്റേറ്റ്സ് ഉണ്ട്. ഫ്ലോറിഡയും ടെക്സസിലൊന്നും സ്റ്റേറ്റ് ടാക്സ് ഇല്ല. പക്ഷെ അപ്പൊ ഒന്ന് ആലോചിക്കണം, നിങ്ങളുടെ സ്റ്റേറ്റ് ടാക്സ് ഇല്ലെങ്കിൽ നിങ്ങളുടെ അവിടുത്തെ സാലറി കുറവായിരിക്കും. അപ്പൊ നിങ്ങളുടെ എക്സ്പെൻസ് അനുസരിച്ചിട്ടായിരിക്കും നിങ്ങളുടെ സാലറി ഡിസൈഡ് ചെയ്യുന്നത്. ഇപ്പൊ കാലിഫോർണിയയിലോ ന്യൂയോർക്കിലൊക്കെ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവിടുത്തെ
അവിടെ സ്റ്റേറ്റ് ടാക്സ് ഉണ്ട്, ഫെഡറൽ ടാക്സ് ഉണ്ട്, രണ്ടും ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് സാലറി കൂടുതലായിരിക്കും, പക്ഷെ അതുപോലെ തന്നെ എക്സ്പെൻസ് കൂടുതലായിരിക്കും. അപ്പോൾ അതാണ് അതിന്റെ വ്യത്യാസം. എന്നോർത്ത് ഫ്ലോറിഡയിൽ അത്യാവശ്യം എക്സ്പെൻസ് ഒക്കെ ഉണ്ട്. ഹൗസ് ഇൻഷുറൻസും അങ്ങനത്തെ ഇതൊക്കെ വരുമ്പോൾ നല്ല എക്സ്പെൻസ് ആണ്. ഞങ്ങൾ ഒരു 5 വർഷം മുന്നെയാണ് മാറിയത്. അപ്പോൾ 5 വർഷം മുന്നേ മാറിയ ആ സിറ്റുവേഷൻ അല്ല ഇപ്പം എല്ലാത്തിനും പ്രൈസൊക്കെ കൂടിക്കൊണ്ടിരിക്കുക. വീടിൻ്റെ ആണെങ്കിലും എല്ലാത്തിൻ്റെയൊക്കെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് നമുക്ക് ടാക്സിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഫുഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ UK-യിലെ ഫുഡ് നമുക്ക് മീൽ പോർഷൻസ് ഒക്കെ പറയുകയാണെങ്കിൽ USA-യിൽ നമ്മളിപ്പോൾ ഒരു പിസ്സയൊക്കെ മേടിക്കുമ്പോൾ നല്ല വലിയ പിസ്സ ആയിരിക്കും കിട്ടുന്നത്, പക്ഷെ അത്രയും വലിപ്പം ഇല്ല അപ്പോൾ നമ്മൾ UK-യിൽ മേടിക്കുമ്പം. പിന്നെ എൻ്റെ പേഴ്സണൽ ചോയ്സ് പറയുകയാണെങ്കിൽ എനിക്ക് ഫുഡ് കൂടുതലും ഇഷ്ടം എനിക്ക് UK-യിലെ ആയിരുന്നു കേട്ടോ. കാരണം എനിക്ക് ഇവിടുത്തെ ഫുഡ് എനിക്ക് തോന്നിയിരിക്കുന്നത് ഇവിടുത്തെ കുറച്ച് സോൾട്ടും, അമേരിക്കയിലെ ഫുഡാണ് ഞാൻ പറയുന്നത്, കുറച്ച് സോൾട്ടും ഷുഗറൊക്കെ എല്ലാത്തിനും ഇച്ചിരി കൂടുതലുള്ള പോലെ തോന്നാറുണ്ട്. സിറിയൽസ് ഒക്കെ മേടിക്കുമ്പോഴൊക്കെ ആണെങ്കിലും അങ്ങനെ എല്ലാത്തിലും സ്നാക്ക് ബാറൊക്കെ നമ്മൾ മേടിക്കുമ്പോഴൊക്കെ ഇച്ചിരി സോൾട്ടും ഷുഗറൊക്കെ ഇച്ചിരി കൂടുതലുള്ള പോലെയാണ് എനിക്ക് തോന്നാറ്. ഒരുപക്ഷെ നമ്മൾ അവിടുത്തെ അത് UK-യിലെ കൂടുതൽ യൂസ്ഡ് ആയിട്ട് പിന്നെ നമ്മൾ ഇവിടെ വരുമ്പോൾ നമുക്ക് അപ്പോഴാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. അതുകൊണ്ടായിരിക്കും ആദ്യമായിട്ട് നമുക്ക് ഇവിടേക്ക് വരുന്നെങ്കിൽ ചിലപ്പോൾ നമുക്ക് അങ്ങനെ തോന്നത്തില്ലായിരിക്കും. പിന്നെ ഒന്നുണ്ട്, നമ്മൾ ഈ കടയിൽ പോയിട്ടുണ്ടല്ലോ എന്തെങ്കിലും സാധനം മേടിക്കുമ്പോൾ UK-യിൽ മേടിക്കുമ്പോൾ നമുക്ക് വില പറഞ്ഞേക്കുന്നത് അത് ടാക്സ് കൂട്ടിയിട്ടാണ് അതിന്റെ വില അവിടെ കൊടുത്തേക്കുന്നത്. അപ്പം നമ്മളിപ്പം അതിനകത്ത് 20 പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ 20 പൗണ്ട്സേ നമുക്ക് കറക്റ്റായിട്ട് വരുന്നത്. പക്ഷേ US-ൽ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഇവിടെ $20 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ $20 സാധനത്തിന്റെ വില മാത്രമാണ്, അതിന്റെ കൂടെ നമുക്ക് ടാക്സ് എക്സ്ട്രാ വരും. കാരണം ടാക്സ് കൂട്ടിയിട്ടല്ല ഇവിടെ പ്രൈസ് അവിടെ ഇടുന്നത്. അപ്പോൾ കാരണം ഞങ്ങൾ തുടക്കമൊക്കെ വരുമ്പോൾ നമുക്ക് ഇച്ചിരി അബദ്ധങ്ങളൊക്കെ പറ്റുമായിരുന്നു. അപ്പോൾ അങ്ങനെ പഠിച്ചതാണ്. അപ്പൊ ഇതൊക്കെയാണ് കുറെ വ്യത്യാസങ്ങൾ ഞാൻ പറഞ്ഞു. പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് പതുക്കെ പറയാം കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇടാം. അപ്പൊ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇനി വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. ബൈ.